സ്കൂളിന്റെ മാഷായിരുന്നു. മാഷ ആണോ? അയ്യോ, മാഷ വന്നാട്ടെ. മാഷ് ഈ സ്കൂളിൽ പഠിപ്പിച്ചാണോ? വരൂ മാഷ. കുറിച്ചത് വിൽസം മാഷ് എന്ന ഞാനാണ്. മാഷ എവിടെ താമസിക്കുന്നത്? ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരം. 1 കിലോമീറ്റർ. ഇത് എനിക്കൊന്ന് എത്ര വർഷം മുമ്പാണ് ഇത് തുടങ്ങുന്നത്? ഈ സ്കൂൾ ഇവിടെ തുടങ്ങുന്നത് എന്നായിരുന്നു? 81 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സ്കൂൾ ഇവിടേക്ക് വരുന്നത്. 1981 വന്നല്ല, ഇവിടെ ഞങ്ങൾ ആക്കിയെടുത്തു. ഒരു UP സ്കൂളുണ്ടായിരുന്നു. LP സെക്ഷൻ ഒരു 2 കിലോമീറ്റർ അട്ടമലയിലായിരുന്നു. അട്ടമല. അതാണ് മറ്റേ വാദ്യാരുടെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ 1 മുതൽ 12ാം ക്ലാസ് വരെ VHC ആണ് ഈ തകർന്നു പോയ ഈ സ്കൂള്. അപ്പോൾ മാഷ് വരുന്ന 1980 മുതലാണ് ഇത് UP നിന്ന് ഹൈസ്കൂൾ ആവുന്നതോ? 79 ജനുവരി 9 തീയതി ഇവിടെ എത്തി. അത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. 8 തീയതി അവിടെ ഒപ്പിട്ടു, 9 തീയതി ഇവിടെ ഒപ്പിട്ടു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. കുടുംബം ഇവിടെ ആയിരുന്നോ പണ്ടേ? അല്ല, കോഴിക്കോട് ജില്ലയിലായിരുന്നു. എനിക്ക് PSC കിട്ടി സ്ഥലമാക്കിയത്. അവിടെ 10 കൊല്ലം ചെയ്തു. പിന്നെ വിവാഹ ജീവിതമൊക്കെ ആയി ഇവിടെ സ്ഥലം വാങ്ങി ഈ പ്രദേശത്ത് വന്നു. അത് വരുമ്പം ഹൈസ്കൂൾ ആയോ ഇത്? ഇല്ല, ഞാനാണ് PT ഒക്കെ വിളിച്ചു കൂട്ടി എൻ്റെ മക്കളടക്കം ഹൈസ്കൂളിൽ ഇവിടെ പഠിക്കണം. ഇപ്പോൾ ഡോക്ടർ അരുണോട് സംസാരിച്ച SMS പ്രസിഡൻ്റല്ലേ അടക്കം ഇവിടെ പഠിച്ചവരാണ്. പട്ടാളക്കാരൻ വിജയൻ എനിക്ക് മുമ്പേ മേപ്പാടി പഠിച്ചല്ലേ. അട്ടമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് നടന്ന് പഠിച്ചതാ. മേപ്പാടിയിലാണ് അന്ന് UP സ്കൂളുള്ളത്. വിൽസം മാഷിന്റെ ഒരു സങ്കല്പത്തിലൊരു സ്കൂളായിരുന്നല്ലോ ഇത്. എത്ര വർഷം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? 25 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. 4 നൂറ്റാണ്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ചതാ അല്ലേ? ഈ സ്കൂളിൽ ഇത് കഴിഞ്ഞിട്ട് വന്ന് മാഷ് കാണുമ്പോൾ എന്തായിരുന്നു ഒരു മനസ്സിൽ തോന്നിയത്? വീടിനേക്കാൾ കൂടുതൽ സമയം മാഷ് ചെലവഴിച്ചത് പക്ഷേ ഇവിടെ ആയിരിക്കും. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വിദ്യാഭ്യാസം കൊണ്ടൊരു സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതൊരു പരിധി വരെ IASകാരും IPSകാരും ഒന്നും ഇല്ലെങ്കിലും ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഇവിടെ പഠിച്ച തലമുറകളുണ്ട്. മികച്ച പ്രതിഭകളെ വാർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സ്കൂളിന്. അതിൽ ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടായിരുന്നു. ഒരു പാത്രം, പളുങ്ക് പാത്രം വീണ് തകർന്നതുപോലെയാണ് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവം. കരയാനും അത് ജനങ്ങൾ കാണുമല്ലോ എന്നുള്ള പ്രയാസം കൊണ്ടാണ് കരയാതിരുന്നത്. ബാക്കി വിചാരങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയി. ഇപ്പോൾ വിൽസം മാഷിന് എത്ര വയസ്സായി? 75 വയസ്സ് കഴിഞ്ഞു. 75 വർഷത്തിൽ 25 വർഷം ഈ സ്കൂളിനെ തുടക്കം മുതൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചത്. എനിക്കൊന്ന് ഈ സ്കൂളിൻ്റെ ഓരോ കെട്ടിടം വരുമ്പോഴും അല്ലേ, സ്കൂളിൽ നിന്ന് ഓരോ വർഷം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുമ്പോഴും ഓരോ സ്കൂൾ വാർഷികവും പഠനത്തിൽ റിസൾട്ട് വരുന്നതും എല്ലാം മാഷിൻ്റെ മനസ്സിലുണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. മാഷിൻ്റെ ആ അനുഭവത്തിലുള്ള ഏറ്റവും സുന്ദരമായ ഓർമ്മയിൽ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം സുന്ദരമാണ് എങ്കിലും. ശ്രീമതി M. കമലം നിലവിളക്ക് കൊടുത്തി ഹൈസ്കൂളിൻ്റെ 8ാം ക്ലാസ്സിൻ്റെ തുടക്കം ഇവിടെ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു നിർവൃതി അതിപ്പോഴും മനസ്സിലുണ്ട്. മാഷിൻ്റെ ഒരു ആവശ്യം എന്താ? ഇനി ഈ സ്കൂൾ മേപ്പാടിയിലേക്ക് പോയി കുട്ടികൾ പഠിക്കണം എന്നുള്ളതാണ് താൽക്കാലികമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. സ്ഥിരം എന്താ വേണ്ടത്? എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. ഇവിടെ ഈ പ്രദേശത്ത് വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വീടുണ്ടാകണം. അല്ലാതെ കഴിയുന്നതും 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെ വാങ്ങാൻ കഴിയുന്നവർക്കോ സർക്കാരിൻ്റെ സഹായത്താൽ ഈ പ്രദേശങ്ങളിൽ തന്നെ വന്നു ചേരണം. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ മേപ്പാടിയിലോ അരപ്പറ്റയോ കൽപ്പറ്റയോ ഒക്കെ വിട്ട് അവർ പഠിക്കാത്ത രീതിയിലേക്ക് ഒരു 3 മാസം 6 മാസം കഴിഞ്ഞ് ഇനി പഠിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത് പരിതാപകരമാണ്. ഇത് പ്രേക്ഷകർ കേൾക്കണം, സർക്കാർ കേൾക്കണം. എനിക്കറിയാം മന്ത്രി അടക്കമുള്ളവർ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ടാവും. ഇതൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇതെന്തുകൊണ്ടെന്നാൽ ഈ സ്കൂളിനെ 100 മേനി വിളയുന്നൊരു സ്കൂളാക്കി മാറ്റിയതിന് പിന്നിൽ ഈ സ്കൂളിന് മാത്രം സാധ്യമാവുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട്. അത് ഈ നാടിന് മാത്രം സാധ്യമാവുന്നൊരു ശൈലിയാണ്. രാവിലെ 7 മണിക്ക് വന്ന് അവിടെയുള്ള കുട്ടികളെ സ്വന്തം കുടുംബത്തിൽ, എനിക്കൊന്ന് മക്കളെന്നാണ് വിളിക്കുന്നത് അല്ലേ നിങ്ങൾ? അതെ കുട്ടികളെ. അതെ, എൻ്റെ മക്കളാണ് കുറേ പേര് മരിച്ചു പോയെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. ആ കുട്ടികളെ ആരെങ്കിലുമൊക്കെ അറിയാമായിരുന്നു? 53 പേര് അല്ലേ? എല്ലാവരെയും അറിയുന്നതാണ്. ചെറിയ തലമുറയിൽ ഞാൻ 2000 ഞാൻ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി എരുമക്കൊല്ലി മേപ്പാടിയിലേക്ക് പോയി. ആ ഒരു തലമുറ എന്നെ അറിയും, ഞാൻ അവരെ അറിയില്ല.
കാരണം അവരുടെ അപ്പന്മാരൊക്കെ ഞാൻ പഠിപ്പിച്ചു, അവർ വീട്ടിൽ സംസാരിക്കുന്നുണ്ടാവും. അത് വിൽസൺ മാഷാണ്. കാരണം ഞാൻ PWD റോഡ് വെക്കത്ത എൻ്റെ വീട്, അത് വിൽസൺ മാഷ വീടാണ്. ആ കുഞ്ഞുങ്ങളത് കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള സകലരും സംസാരിക്കാൻ കഴിയുന്ന സകല മക്കളും എന്നെ അറിയും. പിന്നെ ഞാൻ അവരെ നിങ്ങളുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണെന്ന് ചോദിച്ചാണ്. വിൽസൺ മാഷ് പറഞ്ഞതുപോലെ ഈ സ്കൂളിനെ നമുക്ക് അതേപടി ഈ പരിസരത്ത് തന്നെ ഈ സുരക്ഷിതമായ ഒരു മേഖലയിൽ തന്നെ പുനഃസൃഷ്ടിക്കലാണ് ഈ നാടിൻ്റെ ആവശ്യം എന്നതാണ് ഈ നാട്ടുകാർ നമ്മളോട് പറയുന്നത്. അതിനൊരുപാട് കാരണങ്ങളുമുണ്ട്. ഈ സ്കൂളിനെ മേപ്പാടി സ്കൂളുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ ഈ സ്കൂൾ അനുവർത്തിച്ചു പോകുന്നൊരു ശൈലിയും ഒരു രീതിയുമുണ്ട്. അത് ഈ സ്കൂളിലെ സാധാരണ തൊഴിലാളികളുടെ മക്കൾ, ഇവിടെ തോട്ടം തൊഴിലാളികളുടെ മക്കൾ, അല്ലാതെ സാധാരണ പണിയെടുക്കുന്നവരുടെ മക്കൾക്ക് അതൊന്നും ഒരുപക്ഷെ പരിചിതമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ സ്കൂളിനെ പരമാവധി നമുക്ക് ഇവിടെ തന്നെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ എന്നാണ് നമ്മളുടെയും ആലോചന. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരാം. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കേട്ടോ ഇവരിൽ പലരും എന്നല്ല, ഇവരിൽ ഭൂരിപക്ഷവും. ഒരു നാടിൻ്റെ അച്ചുതണ്ട് എന്ന് പറയുന്നത് ഈ അക്ഷരമുറ്റമായിരുന്നു. ആ അക്ഷരമുറ്റം കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ ആകാശ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്രയെത്ര മത്സരങ്ങളല്ലേ, എത്രയെത്ര കലാപരിപാടികൾ. സർ, ഈ